ഇതാണ് എന്റെ ബ്രൈഡ്സ്മെയ്ഡ്. അതെ, ഗംഗ പറഞ്ഞ പോലെ ബ്രൈഡ്സ്മെയ്ഡിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇന്ന് ഭയങ്കര മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് മാത്രമല്ല എപ്പോഴും മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യണ ഒരാളാണ്. കാരണം എനിക്ക് ഡ്രസ്സിങ്ങിനോളം ഇഷ്ടം എനിക്ക് ഇതുവരെ മേക്കപ്പിനോട് തോന്നിയിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം മേക്കപ്പ് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. ലെറ്റ്സ് ഡു ഇറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പൗച്ചിൽ കൊള്ളാവുന്ന മേക്കപ്പ് എപ്പോഴും കയ്യിലുണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ സ്കിൻ ടിൻറ്റും അതുപോലെ തന്നെ കുറച്ച് ബ്ലഷും ഐബ്രോസൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് വളരെ മിനിമലായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ കണ്ണെഴുതാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു വിങ് ലൈനർ കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാര ഫേവറേറ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലായിട്ടുള്ള ഒരു ബ്രൈഡൽ ഷവർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മേക്കപ്പ് മതി നന്നായിട്ട് ലുക്കിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ചെയ്യണേക്കാളും ബുദ്ധിമുട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഗംഗയുടെ ഹെയർ സ്റ്റൈലിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ എൻ്റെ മുടി കെട്ടിച്ചത്. അവരാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം എനിക്ക് കേൾ മതി എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് പൂക്കാലം തന്ന പോലെ മുഴുവൻ ഹെയറും കേൾ ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നെ. ദേ എങ്ങനെയുണ്ട് ഈ ലുക്ക്? കംപ്ലീറ്റ് ലുക്ക് അടിപൊളി ആയിട്ടുണ്ടല്ലേ? ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഈ സെയിം ഡ്രസ്സ് ഇട്ട് വന്നേക്കണം. കാരണം ഗംഗ കൊടുത്തിരുന്ന തീം അതാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഓർഡർ ചെയ്ത് നമ്മൾ ഇട്ടിട്ട് വന്നത് ഈ ഒരു സാറ്റിൻ്റെ പൈജാമ സെറ്റാട്ടോ. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കോൺട്രാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഗംഗ വൈറ്റും ഞങ്ങളെല്ലാവരും ബ്ലാക്കും. ഇടയ്ക്ക് വന്ന അപ്പൂൻ്റെ കട്ടൗട്ടാണ് കേട്ടോ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പെയിനൊക്കെ ടോസ്റ്റ് ചെയ്ത് കുറേയേറെ ഫോട്ടോസൊക്കെ നമ്മൾ വൈൻ ഗ്ലാസ് കയ്യിലൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു ഇത്.